അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 കൂടിയുള്ള 13 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. അഥ ചതുർത്ഥസ്കന്ധ 19-ാധ്യായ. വ്യാസ ഉവാച. ഇത്യുക്ത്വാ ഭഗവാൻ വിഷ്ണു പുനരാഹ പ്രജാപതിം യന്മായാമോഹിതഃ സർവസ്തത്വം ജാനാതി നോ ജന. വയം മായാവൃതാ കാമം ന സ്മരാമോ ജഗദ്ഗുരും പരമം പുരുഷം ശാന്തം സച്ചിദാനന്ദമവ്യയം. അഹം വിഷ്ണുരഹം ബ്രഹ്മ ശിവോഹമിതി മോഹിത ന ജാനീമോ വയം ധാത പരം വസ്തു സനാതനം. യന്മായാമോഹിതശ്ചാഹം പരവാൻ ദാരുപാഞ്ചാലീമായികസ്യേധാവശേ ഭവതാപി തഥാ ദൃഷ്ടാ വിഭൂതിസ്തസ്യ ചാദ്ഭുതാ. കൽപാദൗ ഭവയുക്തേന മയാപി ച സുധാർണവേ. മണിദ്വീപേധമന്ദാരവിടപേ രാസമണ്ഡലേ സമാജേ തത്ര സാ ദൃഷ്ടാ ശ്രുതാ ന വചസാപി ച. തസ്മാത് താം പരമാം ശക്തിം സ്മരന്ത്വദ്യ സുരാ ശിവാം സർവകാമപ്രദാം മായാമാദ്യാം ശക്തിം പരാത്മനാ. വ്യാസ ഉവാച. ഇത്യുക്താ ഹരിണാ ദേവാ
ബ്രഹ്മാദ്യാ ഭുവനേശ്വരിം സസ്മരുർമനസാ ദേവീം യോഗമായാം സനാതനിം സ്മൃതമാത്രാ തദാ ദേവി പ്രത്യക്ഷം ദർശനം ദദൗ പാശാങ്കുശവരാഭീതിധരാ ദേവീ ജപാരുണാം ദേവാ ഊചു ഊർണനാഭാദ്യഥാ തന്തുർവിസ്ഫുലിംഗാ വിഭാവസോ തഥാ ജഗദ്യത്തെ തസ്യാ നിർഗതം താം നതാവയം യന്മായാശക്തി സംക്ലിപ്തം ജഗത്സർവം ചരാചരം താം ചിതം ഭുവനാധീശാം സ്മരാമ കരുണാർണവാം യദജ്ഞാനാൽ ഭവോൽപത്തിർയജ്ഞാനാൽ ഭവനാശനം സംവിദ്രൂപാം ച താം ദേവീം സ്മരാമ സാ പ്രചോദയാൽ മഹാലക്ഷ്മ്യൈ ച വിദ്മഹേ സർവശക്തിയൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാൽ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, എന്നു ചൊല്ലി വിഷ്ണു താനും വീണ്ടും ബ്രഹ്മനോടു ചൊല്ലി, മോഹിതരായി തത്വത്തിനെ അറിയുന്നില്ല. മായാവൃതർ ജഗദ്ഗുരുവിനെയൊട്ടും ഓർക്കുന്നില്ല. പരമപുരുഷൻ ശാന്തൻ സച്ചിദാനന്ദൻ, ഞാനോ വിഷ്ണു, ഞാനോ ബ്രഹ്മൻ, ഞാനോ ശിവൻ എന്നിങ്ങനെ മോഹിതരായി നിത്യവസ്തു അറിയുന്നില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരമാത്മാവിനധീനനായി ഞാനും മോഹിതനായി, ജാലക്കാരൻ തൻ്റെ പാവ പോലെ വർത്തിപ്പൂ. കൽപ്പാദിയിൽ സുധാബ്ധിയിൽ ആ പരമാത്മാവു തൻ്റെ അത്ഭുത വിഭൂതികൾ നാം കണ്ടതാണല്ലോ. മണിദ്വീപിൽ മന്ദാരവാടിക തന്നിൽ കേളി ഗൃഹേ സമാജത്തിൽ കണ്ടവളെ യോഗമായയേ. അതുകൊണ്ടു പരമയാം ശിവശക്തിയെ സ്മരിക്കൂ. സർവകാമവരപ്രദ ആദിശക്തി താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു,
വിഷ്ണുവിൻ്റെ വാക്കു കേട്ടു ബ്രഹ്മാദിയാം ദേവജനം നിത്യമായ ദേവിയെയും സ്മരിച്ചുവല്ലോ. സ്മരിച്ചപ്പോൾ ദർശനമായി പാശാങ്കുശധരാദേവി സന്ധ്യ പോലെ പട്ടുടുത്ത ജഗദീശ്വരി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവന്മാർ പറഞ്ഞു, ചിലന്തിയ പ്രകാരം നൂൽ അഗ്നിയോ സ്ഫുലിംഗങ്ങളും അതുപോലെ ലോക സൃഷ്ട്രേ നമിപ്പു ഞങ്ങൾ. ആരുടെ മായാശക്തിയാൽ ജഗത്തു നിയന്ത്രിക്കുന്നു കാരുണ്യമൂർത്തിയെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. ശക്തിയെ അറിഞ്ഞില്ലെങ്കിൽ സംസാരം നിലനിൽക്കുന്നു, ശക്തിയെ അറിയും നേരം നശിച്ചിടുന്നു. ശക്തിയായ ബോധസ്വരൂപിണിയാകും ദേവിയെയും ഭക്തിയോടെ വന്ദിക്കുന്നു. ഉണർവേകട്ടെ സർവശക്തിമയിയായ മഹാലക്ഷ്മിയെ ചിന്തിക്കാം. സർവേശ്വരി നമുക്കു പ്രചോദനമാകാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു. മൂകാംബികേ ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു. ജ്ഞാനാംബികേ ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു. ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 391 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിൽ 19 അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ദേവന്മാര് പരാശക്തിയായ ഭഗവതിയെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ, അതാണ് ഇതിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഇവിടെ വിഷ്ണു ബ്രഹ്മാവിനോടും ദേവേന്ദ്രനോടും ഞാൻ സ്വതന്ത്രനല്ലെന്നും ദേവിക്ക് ആ വശകനാണ് എന്നും ദേവിയാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. വേദവ്യാസൻ തുടർന്ന് പറയുകയാണ്, ഇത്യുക്ത്വാ ഭഗവാൻ വിഷ്ണു പുനരാഹ പ്രജാപതിം. ഇത്യുക്ത്വാ ഇതി ഉക്ത്വാ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഭഗവാൻ വിഷ്ണു
പുനരാഹ വീണ്ടും പറഞ്ഞു. ആരോട്? പ്രജാപതിം, ബ്രഹ്മാവിനോട്. യന്മായാമോഹിത സർവ തത്വം ജാനാതി നോജന. മായാമോഹിതരായിരിക്കുന്ന സകല മനുഷ്യരും തത്വം എന്താണ് എന്ന് അറിയുന്നില്ല. വയം മായാവൃതാകാമം ന സ്മരാമോ ജഗദ്ഗുരും പരമം പുരുഷം ശാന്തം സച്ചിദാനന്ദം അവ്യയം. മായാവൃതരായിട്ടുള്ള നമ്മൾ ആ ജഗദ്ഗുരുവിനെ ന സ്മരാമോ, നമ്മൾ സ്മരിക്കുന്നത് പോലുമില്ല. അദ്ദേഹം പരമപുരുഷനാണ്, ശാന്തനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, അവ്യയനാണ്, നാശരഹിതനാണ് എന്നർത്ഥം. അഹം വിഷ്ണു അഹം ബ്രഹ്മ ശിവോഹം ഇതി മോഹിതഃ. ഞാൻ വിഷ്ണുവാണ്, ഞാൻ ബ്രഹ്മാവാണ്, ഞാൻ ശിവനാണ് എന്നിങ്ങനെ മായാമോഹിതരായി ന ജാനീമോ വയം ധാത പരം വസ്തു സനാതനം. അങ്ങനെ പരമവും നിത്യവും സനാതന സ്വരൂപവുമായിരിക്കുന്ന ആ വസ്തു എന്താണ് എന്ന് ഹേ ധാത ബ്രഹ്മാവേ ന ജാനീമോ വയം, നമ്മൾ അറിയുന്നില്ല. യന്മായാമോഹിതശ്ചാഹം സദാവർത്തേ പരാത്മന. കാരണം ഞാനും പരമാത്മാവിന് അധീനമായ മായാശക്തിക്ക് വിധേയനായി നിൽക്കുന്നു. പരവാൻ ദാരുപാഞ്ചാലി മായികസ്യ യഥാവശേ. ഏതുപോലെ എന്നാണെങ്കിൽ മായാജാലക്കാരന്റെ കയ്യിലെ ദാരുപാഞ്ചാലി മരപ്പാവയെ പോലെ സദാ നിൽക്കുന്നു. അപ്പോ ആ മായാജാലക്കാരനാണ് പാവയെ ചലിപ്പിക്കുക. നമുക്ക് അതനുസരിച്ച് ചലിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഭവതാപി തഥാ ദൃഷ്ട്വാ വിഭൂതിസ്തസ്യ ചാദ്ഭുത കൽപാദൗ. കൽപാദിയിൽ ഭവയുക്തേന മയാപിച്ച സുധാർണവേ, അങ്ങയോടും അതേപോലെ തന്നെ ശിവനോടും കൂടി നമ്മൾ ആ പരമാത്മാവിന്റെ അത്ഭുത വിഭൂതികൾ സുധാർണവത്തിൽ അമൃതസരസിൽ നമ്മൾ കണ്ടതല്ലേ, അമൃതാബ്ധിയിൽ നമ്മൾ കണ്ടതല്ലേ, കൽപ്പാദിയില്. അപ്പോ മണിദ്വീപേധ മന്ദാര വിടപേരാസമണ്ഡലേ, മണിദ്വീപത്തിൽ മന്ദാരവാടികയിൽ രാസമണ്ഡലത്തിൽ അല്ലെങ്കിൽ കേളീസദനത്തിൽ സമാജേ തത്ര സാദൃഷ്ട ശ്രുതാന വചസാപിച്ച. അപ്പോ സർവദേവന്മാരുടെയും സമാജങ്ങളിലുമൊക്കെ വെച്ച് നമ്മൾ വാക്കുകൾ കൊണ്ട് കേൾക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആ പരമേശ്വരിയെ, പരമാത്മാവിന്റെ യോഗമായേ കാണുകയുണ്ടായി. തസ്മാത്താം പരമാം ശക്തിം സ്മരന്വദ്യ സുരാ ശിവാം സർവകാമപ്രദാം മായാമാദ്യാം ശക്തിം പരാത്മന. അതുകൊണ്ട് ദേവന്മാരെ, ഹേ സുരാ, ആ പരയും മംഗളസ്വരൂപിണിയും ശിവയുമായിരിക്കുന്ന ശക്തിയെ ഇപ്പോൾ നിങ്ങൾ സ്മരിക്കുക. സ്മരന്വദ്യ. ആ ശക്തി പരമാത്മാവിന്റെ സർവകാമപ്രദയായ ആദിശക്തിയാണ്. സർവകാമപ്രദാം മായാം ആദ്യാം ശക്തിയും പരാത്മന. ആ മായാശക്തിയെ സ്മരിക്കൂ. വേദവ്യാസം പറയുകയാണ്, ഇത്യുക്ത ഹരിണാ ദേവാ ബ്രഹ്മാദ്യ ഭുവനേശ്വരിം സസ്മരുർമനസാ ദേവീം യോഗമായാം സനാതനിം. ഇങ്ങനെ വിഷ്ണു പറയുന്നത് കേട്ടിട്ട് ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാർ നിത്യയും യോഗമായുമായിരിക്കുന്ന ആ ഭുവനേശ്വരിയെ മനസാ സസ്മരു, മനസാ സ്മരിച്ചു എന്ന് പറയുന്നു. സ്മൃതമാത്ര തദാ ദേവി പ്രത്യക്ഷം ദർശനം ദദൗ. സ്മൃതമാത്ര, സ്മരിച്ചപ്പോ തന്നെ ആ ദേവി അവർക്ക് ദർശനം കൊടുത്തു എന്നാണ്. പ്രത്യക്ഷം ദർശനം ദദൗ, പ്രത്യക്ഷ ദർശനം സാധ്യമാക്കി. എങ്ങനെയാണ് ആ ദർശനം എന്നാണെങ്കിൽ, പാശാങ്കുശവരാഭീതിധരാ ദേവി ജപാരുണ. ചെമ്പരത്തിപ്പൂവ് പോലെ അരുണ നിറത്തോടുകൂടി പാശം, അങ്കുശം എന്നീ ആയുധങ്ങൾ, വരാഭയമുദ്രകൾ, വരദവും അഭയദവുമായിരിക്കുന്ന രണ്ട് മുദ്രകൾ, കയ്യ് ആ അഭയമായിട്ട് കാണിച്ചും കൊണ്ടും വരദമായിട്ട് വരങ്ങൾ നൽകുന്ന രീതിയിലും ദർശനീയവുമായിരിക്കുന്ന ആ ദേവിയെ കണ്ട് അവരൊക്കെ
ഗംഭീരമായിട്ട് ഭഗവതിയെ സ്തുതിച്ചു. ആ സ്തുതിയിലെ 4 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുക. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ദേവാ ഊചു ഊർണനാഭാദ്യഥാ തന്തുർ വിസ്ഫുലിംഗാ വിഭാവസോ. ഊർണനാഭി, ചിലന്തി. ചിലന്തി എങ്ങനെയാണോ നൂല്, അതേപോലെ യഥാ തന്തുർ വിസ്ഫുലിംഗാ വിഭാവസോ. വിഭാവസോ എന്ന് പറഞ്ഞാൽ അഗ്നി, അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതേപോലെ തഥാ ജഗദ്യേതസ്യാ നിർഗതം താം നതാവയം. ഈ ജഗത്ത് ആരിൽ നിന്നാണോ സമുദ്ഭൂതമായിരിക്കുന്നത്, ആവിർഭവിക്കുന്നത്, ആ ദേവിയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. താം നതാവയം, ഞങ്ങൾ നമസ്കരിക്കുന്നു. യന്മായാശക്തി സംക്ലിപ്താം ജഗത്സർവം ചരാചരം താം ചിതം ഭുവനാധീശാം സ്മരാമ കരുണാർണവം. അതേപോലെ ആരുടെ മായാശക്തി കൊണ്ടാണ് ചരാചരാത്മകമായിരിക്കുന്ന ജഗത്സർവം ചരാചരം, ഈ ജഗത്ത് നിയന്ത്രിക്കപ്പെടുന്നത്, താം ചിതം ഭുവനാധീശാം, അങ്ങനെയുള്ള ആ കാരുണ്യവാരിധിയും ഭുവനേശ്വരിയുമായിരിക്കുന്ന സ്മരാമ, ആ ചിത് ശക്തിയെ, ചിതം ഭുവനാധീശാം സ്മരാമ കരുണാർണവം, ആ ചിത് ശക്തിയെ ഞങ്ങളിതാ സ്മരിക്കുന്നു. യജ്ഞാനാൽ ഭവോൽപത്തിർ യജ്ഞാനാൽ ഭവദാശനം. ഏതൊരു ശക്തിയുടെ അജ്ഞാനം കൊണ്ട് സംസാരം നിലനിൽക്കുന്നുവോ, ഏതൊരു ശക്തിയെ അറിയുന്നത് കൊണ്ട് സംസാരം നശിക്കുന്നുവോ, ഭവനാശനം. സംവിദ്രൂപാം ച താം ദേവിം, സംവിത് സ്വരൂപിണിയായിരിക്കുന്ന, ബോധസ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയെ ഞങ്ങൾ സ്മരിക്കുന്നു. സാ പ്രചോദയാൽ, ആ ദേവി നമുക്ക് ഉണർവ് നൽകട്ടെ, നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. പിന്നെ മഹാലക്ഷ്മി ഗായത്രി. മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹി തന്നോ ദേവി പ്രചോദയാൽ. 24 അക്ഷരങ്ങൾ. ആ മഹാലക്ഷ്മിയെ കുറിച്ച് ചിന്തിക്കാം. മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹി, ആ സർവശക്തിമയിയെ ധ്യാനിക്കാം. തന്നോ ദേവി പ്രചോദയാൽ, ആ ദേവി നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന 13ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.